അന്ന് മുസല്ലയുമില്ല, അന്ന് മുസല്ലയുമില്ല. നിസ്കരിച്ചിരിക്കുമ്പോ റാബിയത്തുൽ അദവിയ എന്ന കൊച്ചുമോള് ആലോചിക്കുകയാണ്, അല്ലാഹുവേ ഞാനൊന്ന് നാട് വിട്ടുപോയാലോ, ഉമ്മയും ബാപ്പയും ഇല്ലാത്ത, എന്റെ സഹോദരിമാരില്ലാത്ത, വീടില്ലാത്ത ഈ ബസറയുടെ മണ്ണിൽ ഞാൻ എങ്ങനെ നിൽക്കും? പലപ്പോഴും നാട് വിട്ടു പോവാൻ ഒരുങ്ങിയ റാബിയത്തുൽ അദവിയുടെ മനസ്സ് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു. പക്ഷേ ഒരു രാത്രി റാബിയത്തുൽ അദവിയ തീരുമാനിക്കുന്നു, ഇല്ല, ഞാൻ ഇവിടെ ജീവിക്കാനില്ല, എനിക്ക് ഈ ചെറ്റക്കുള്ളിൽ എനിക്ക് താമസിക്കാൻ വയ്യ. റാബിയ തീരുമാനിക്കുന്നു. റാബിയ തീരുമാനിച്ചു കഴിഞ്ഞു നാട് വിട്ടു